ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് അരുൺ എന്ന മകന് വേണ്ടിയും അതുപോലെ ഗോപിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു പ്രത്യേകമായിട്ട് ഇന്നലെ ഈ ദിവസങ്ങളിൽ എന്നെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ആ ചേട്ടൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ശുശ്രൂഷ കണ്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് ഈ രണ്ട് പേരും ഒന്ന് പ്രത്യേകിച്ച് അരുണിന് വേണ്ടിയും അതുപോലെ ഗോപിച്ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സൈബർ തട്ടിപ്പിനിടയായി കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോയ ഒരു മകൻ്റെ പ്രാർത്ഥനാ നിയോഗത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ദൈവം ഇടപെട്ട് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഈ വചനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. ഞാനിത് POCയുടെ പുതിയ പരിഷ്കരിച്ച ബൈബിൾ പഠനത്തിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് വചനത്തിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. POCയുടെ പുതിയ പഠന പരിഷ്കരിച്ച ബൈബിളിൽ നിന്നാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനമാണ്. അവൻ ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കെ ഒരു ഭരണിയിൽ വിലയേറിയ ശുദ്ധ നർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിൽ ഒഴിച്ചു. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം അല്ലേ? ശിമയോൻ എന്ന ഒരാൾ ഈശോയെ ഭക്ഷണത്തിനായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഈശോ അവൻ്റെ ആ സ്വീകരണം സ്വീകരിച്ച് അവൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഈ ഈശോയുടെ കാൽപാദം കഴുകിയെന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവിടെ ശിമയോൻ പറയുന്ന അല്ലെങ്കിൽ അവിടെ കൂടിയെന്നവരൊക്കെ പറയണത് ഇതൊക്കെ അവർക്ക് വിറ്റ് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ശിമയോനെ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് നീ എൻ്റെ പാദങ്ങൾ കഴുകിയില്ല, നീ എനിക്ക് ആദ്യത്തെ മര്യാദ നൽകിയില്ല. പക്ഷേ ഇവളാകട്ടെ ഞാൻ വന്ന നിമിഷം മുതൽ എൻ്റെ പാദത്തിൽ നിന്ന് തുരുതിരെ ചുംബിക്കുകയും തലമുടി കൊണ്ട് കണ്ണീര് കൊണ്ട് എൻ്റെ പാദങ്ങൾ കഴുകുകയൊക്കെ ചെയ്തെന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശുവിൻ്റെ ഉത്ഥാനത്തെ പ്രതി അല്ലെ യേശുവിൻ്റെ പീഡാനുഭവത്തെ പ്രതി മുൻകൂട്ടി ഒരു കാര്യം ചെയ്ത് ആ പെൺകുട്ടിയെ പോലെ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ സന്നദ്ധരാകണം. കർത്താവിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ കാഴ്ചവെക്കുമ്പോഴാണ് ആ ദൈവം നമ്മുടെ ജീവിതത്തിലും അതേ തൂക്കത്തിൽ നമ്മൾ അനുഗ്രഹിക്കണം അല്ലേ? അപ്പോൾ ഈ നിമിഷങ്ങളിൽ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഈ പെൺകുട്ടിയെ പോലെ ഈശോയെ പ്രതി ജീവിതം സമർപ്പിക്കാനുള്ള ഒരു കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ആമുഖത്തിൽ നിയോഗം പറഞ്ഞതുപോലെ അരുണൻ ചേട്ടൻ്റെ കുടുംബത്തെ പ്രത്യേകം സമർപ്പിക്കാം, ഗോപിച്ചേട്ടൻ്റെ കുടുംബത്തെ സമർപ്പിക്കാം. അതുപോലെ സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടു പോയ ആ മകൻ്റെ പണം എത്രയും വേഗം തിരിച്ചു കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ ഈശോ അനുഗ്രഹിച്ച് അവർക്ക് വലിയ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.